ഏകദേശം 9 വർഷമായി കേരളത്തിലെ പിണറായി സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കേരളത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. ഈ 9 വർഷം കൊണ്ട് കേരളത്തിലെ പോലീസ് സേന ഇത്രയും അതം പതിച്ചൊരു കാലഘട്ടം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. കേരളത്തിൽ EMS മുതൽ പിണറായി വിജയൻ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും മോശം ഒരു പോലീസ് സേന അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളാരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതൊരു രാഷ്ട്രീയപരമായി ഈ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കാനോ അവരെ തരം താഴ്ത്തി പറയാനോ ആഗ്രഹിക്കുന്നതല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം തലശ്ശേരിയിലെ കാളിമുത്തു എന്ന ചെറുപ്പക്കാരൻ, പിണറായിയിലെ ഉനൈസ് എന്ന മനുഷ്യൻ, കളിക്കവിളയിലെ അനീഷ്, തൊടുപുഴയിലെ രജീഷ്, വരാപ്പുഴയിലെ ശ്രീജിത്ത്, പീരുമേട്ട് രാജ്കുമാർ, താനൂരിലെ താമര ജിഫ്രി, ആലുവയിലെ മൂഫിയ പർവീൻ, ഇരമ്പനം കർഷക കോളനിയിലെ മനോഹരൻ എന്ന് പറയുന്ന മനുഷ്യൻ, വടകരയിലെ സജീവ്, കൊല്ലത്തെ പട്ടാളക്കാരനായിരുന്ന നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ച വിഘ്നേഷ് എന്ന ചെറുപ്പക്കാരൻ, കുണ്ടറയിലെ കുഞ്ഞുമോൻ എന്നൊരു മനുഷ്യൻ, അതുപോലെ ഒട്ടനവധി കേസുകളാണ് കേരളത്തിലെ പോലീസ് ചെറിയ പെറ്റി കേസിൽ പിടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്, ഉരുട്ടിക്കൊന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് സേന മറ്റു ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയണം, കേരളത്തിൽ മാങ്ങ മോഷ്ടിക്കുന്ന പോലീസ് ആയി കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പിണറായി വിജയനെ ചിത്രം കണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പോലീസിൻ്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ വേട്ടയാടലിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതും ഇതേ കേരളത്തിലാണ്. എത്രയോ പരാതി കൊടുക്കാൻ വരുന്ന പോലീസ് സ്റ്റേഷനിലെ വനിതകളെ പീഡിപ്പിക്കുന്ന പോലീസായി ഈ ഇടതുപക്ഷത്തിൻ്റെയും പിണറായി വിജയൻ്റെയും പോലീസ് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ ആകെത്തുക പരിശോധിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ, എന്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്? PSC അട്ടിമറിക്കപ്പെട്ടപ്പോൾ, പിൻവാതിൽ നിയമനം നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തു. തൊടുപുഴയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബിലാൽ സമദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ബിലാലിനെ തെരഞ്ഞു പിടിച്ച് ലാത്തി കൊണ്ട് ഒരു കണ്ണടിച്ച് പൊട്ടിച്ച് ആ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞ പോലീസാണ് ഈ കേരളത്തിലെ പോലീസ്. അതുപോലെ നെയ്യാറ്റിൻകരയിലെ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ കാലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുത്തിയ പോലീസാണ് കേരളത്തിലെ പോലീസ്. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ഇവരുടെ തലമണ്ടയടിച്ച് പൊട്ടിക്കുന്നു, കണ്ണിന് ഉന്നം വെച്ചടിക്കുന്നു, മൂക്കിൻ്റെ പാലം ഒടിക്കുന്നു, കൈകാലുകൾ തല്ലി ഒടിക്കുന്നു. ഇതിൻ്റെ അനന്തര ഫലമായി പിന്നീട് എത്രയോ ചെറുപ്പക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹികളാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായത്. മരണപ്പെട്ടവരുണ്ട്, തലയിൽ രക്തസ്രാവം കാരണം മരണപ്പെട്ടവരുണ്ട്. ഇതെല്ലാം ഈ പോലീസിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ആരാണ് കടിഞ്ഞാനിടുന്നത്? ഇപ്പോൾ പത്തനംതിട്ടയിലെ SP ആയിരുന്ന വിനോദ് കുമാർ പോക്സോ കേസ് അട്ടിമറിച്ച കേസിൽ ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് അതോറിറ്റി കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വിനോദ് കുമാറിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കേസുകൾ അട്ടിമറിക്കപ്പെട്ട് അല്ലെങ്കിൽ കള്ളനെ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ വിനോദ് കുമാറിനെ മന്ത്രി വാസവന്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറഞ്ഞ് വിശ്വസ്തനായതുകൊണ്ട് പിന്നീട് നമ്മൾ കണ്ടത് ലോ ആൻഡ് ഓർഡറിൽ കേരളത്തിലെ AIG ആക്കി പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സേഫായ പോലീസ് സേനയിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ പരാതി കൊടുക്കുന്നവരെ വേട്ടയാടുന്ന സാഹചര്യമാണ്. ഇവിടെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ പരാതി കൊടുത്താൽ അവർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നാൽ പോലീസ് FIR ചുമത്തി നേരെ കോടതിയിലേക്ക് അയച്ച് കോടതി വ്യവഹാരവുമായി എത്രയോ ആളുകളാണ് സമയവും പൈസയും ഈ കേരളത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനാര് കടിഞ്ഞാനിടും? കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മൾ ശബരിമലയിൽ RSSന്റെ നേതാവ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ശബരിമലയിൽ വത്സൻ തില്ലങ്കേരിയെ പോലെയുള്ള RSSന്റെ നേതാക്കന്മാർ പോലീസിന്റെ വയർലെസ് ഉപയോഗിച്ച് മൈക്ക് ഉപയോഗിച്ച് ഭക്തജനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സാഹചര്യമാണ്. അതുപോലെ കേരളത്തിൽ ഒട്ടനവധിയായ വിഷയങ്ങൾ കേരളത്തിന്റെ പോലീസ് ആഭ്യന്തര മന്ത്രിക്ക് അദ്ദേഹത്തിന് ഈ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കളെ വേട്ടയാടുന്നതും ഇതേ പോലീസല്ലേ? ഒരു സമരം കവർ ചെയ്യാൻ വന്നാലോ ആ ക്യാമറമാരെ തെരഞ്ഞു പിടിച്ചടിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ജലപീരങ്കി ഉപയോഗിച്ച് ക്യാമറകൾ നശിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണിത്. അതായത്
കേരളത്തിൽ ആരൊക്കെ സമരം ചെയ്താലും അവരെ ആക്ഷേപിക്കുക, അവരെ തെരുവിൽ ആക്രമിക്കുക. അമ്പലപ്പറമ്പിൽ ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും ആവേശപ്പുറത്ത് ചെറുപ്പക്കാർ ഒന്ന് ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ ചെറുപ്പക്കാർ ഒന്ന് ഡാൻസ് കളിച്ചാൽ അവിടെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ വരുന്നത് പോലെ ഈ നിലയ്ക്കുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് കേൾക്കേണ്ടി വരുന്നത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സർക്കാർ ചിന്തിക്കേണ്ടതാണ്. പോലീസിന്റെ അധികാരം എന്ന് പറയുന്നത്, പോലീസിന്റെ അവകാശം എന്ന് പറയുന്നത് അത് ക്രമസമാധാന പാലനമാണ്. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം. അല്ലാതെ ആളുകളെ പിടിച്ചു കൊണ്ടുപോവുക, അവരെ തല്ലിപ്പഴിപ്പിക്കുക എന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാനോ അനുവദിക്കാനോ കഴിയുന്നതല്ല എന്നുള്ളതാണ്.